തേക്കുപാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലം കിളിത്തില്ല അന്ന, ഞാറ്റുപാട്ടിന്റെ താളത്തിൽ ആടടി കുഞ്ഞോല്ലം കിളിത്തില്ല അന്ന. പാട്ട് ഹിറ്റാവും എന്നൊക്കെ മണിച്ചേട്ടൻ പറഞ്ഞു. പക്ഷെ അത് വേണ്ടത്ര ഹിറ്റായില്ല. അപ്പം അങ്ങനെ 20 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ കൈകൊട്ടിക്കളിക്കാർ ആ പാട്ട് അവരുടെ പ്രോഗ്രാമിലെടുത്ത് ഹിറ്റാക്കി. അപ്പം മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, എടാ കുടിക്കാത്തവൻ കുടിക്കാതിരിക്കുക നല്ലത്, കുടിച്ചോരോ കുടിച്ചു പോയി എന്നെനിക്ക് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു ദിവസം ഞാൻ കാരണം മണിച്ചേട്ടനെ കൊണ്ട് കുടിപ്പിക്കുക. അതായത് നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറം വളരെ ഒരു നിഷ്കളങ്കനായ എല്ലാവരും സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുള്ള ഒരു കലാഭവൻ മണിച്ചേട്ടനെ. കുഞ്ഞുനാളിലച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോഴോർമ്മ ഗ്ലിസറിൻ ഇല്ലാതെ അദ്ദേഹം തന്നെ ആ പാട്ടിന്റെ അവസാനം കരയുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഇയാൾ പാടിയത് മണിയുടെ പാട്ടുകളല്ലേ. മണിയുടെ പാട്ടിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അടിസ്ഥാനമുണ്ടോ, അതൊക്കെ ആരെങ്കിലും അംഗീകരിക്കുമോ? എൻ്റെ പൊന്നു സാബു, നീ ഈ ഭക്തിയാനം എഴുത്ത് നിർത്തി നീ വല്ല നാടൻപാട്ട് എഴുതാൻ നോക്കും. നാടൻപാട്ട് എഴുതിയിട്ട് മണിച്ചേട്ടനെ ചെന്ന് കാണണം. സാബു ഇപ്പം എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന എല്ലാം പഴമയുടെ സംഗീതവും പഴമയുടെ രചനയൊക്കെയാണ്. നമ്മളങ്ങനെയല്ല. പഴയ കാലത്തെ സംഗീതം നമ്മളെടുത്ത് പുതിയ കാലത്തെ ലിറിക്ക്, പുതിയ കാലത്തെ രചന നമ്മൾ കൊണ്ടുവരും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അന്ന് കേരളത്തിലുള്ള സകല നാടൻപാട്ടുകാരും ചാക്കും കണക്കിന് നാടൻപാട്ട് പോയിട്ട് വന്ന് രാവിലെ മുതൽ മണിച്ചേട്ടൻ പാട്ട് കേട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. കാരണം ആരപ്പോഴും ഓട്ടോക്കാരോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കണം. ഇത്തവണത്തെ മണിച്ചേട്ടൻ്റെ കാസറ്റിൽ എൻ്റെ പാട്ടുണ്ടാവും ഓണത്തിന്. സാബു മണിച്ചേട്ടനെ കാണാൻ പോവാ ഓട്ടോക്കാരൊക്കെ. ഏഴോളം മേഖലയിൽ കഴിവ് തെളിയിച്ച സാബു ചേട്ടനാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. സാബു ചേട്ടൻ്റെ മുഴുവൻ പേര് സാബു ആരക്കുഴ. ഓക്കെ ചേട്ടാ, വെൽക്കം ടു റീൽ ആൻഡ് റിയൽ മീഡിയ. നമ്മൾ കഴിഞ്ഞ ദിവസം കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അതിന് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോഴാണ് എനിക്ക് അട്രാക്ട് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. നമ്മളൊക്കെ കലാഭവൻ മണിയുടെ പാട്ട് നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് മറ്റൊരാളാണ് എഴുതി നൽകിയിട്ട് അദ്ദേഹമാണ് പാടുന്നതെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ലിറിക്സ് അദ്ദേഹം തന്നെ എഴുതി പാട്ട് ചെയ്യുക എന്നാണ്. കലാഭവനിക്ക് വേണ്ടിയിട്ട് ഏകദേശം 10ഓളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അതിൽ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ടെന്നല്ല, എല്ലാം നല്ല പാട്ടാണ്. മണിച്ചേട്ടൻ്റെ പാട്ടില്ലാണ്ട് ഒരിടത്തും ആരും ഇപ്പം പറയുന്നല്ലോ എവിടെയും ആ ലിറിക്സ് പോലും, അന്ന് നമ്മുടെ ഇനാഗ്രേഷൻ ആരോ പറഞ്ഞത് ലിറിക്സ് പോലും അറിയാവുന്നവരാണ്. ചേട്ടൻ എഴുതിയ പാട്ടുകളിൽ ഏതൊക്കെയാണ് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പാട്ടിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാനുണ്ട്. കാരണം മണിച്ചേട്ടൻ്റെ പറ്റാണ്ടല്ലേ സരസു ശിരസി എന്ന് പറയേണ്ടതെന്ന് പറയുന്ന ഒരു ആൽബത്തിൽ ഒരു പാട്ട്, അതായത് അതിനകത്ത് ഏറ്റവും മികച്ച പാട്ട് എന്ന് തോന്നുന്നതായിരിക്കും അത് ഒന്നാമതായിട്ട് ആദ്യത്തെ ഗാനമായിട്ട് ടൈറ്റിൽ സോങ് ആയിട്ട് കൊടുക്കുന്നത് മണിച്ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ആൽബത്തിൽ 3 പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 2 പാട്ട് അറുമുഖം വെങ്കിടിങ്, പിന്നെ 2 പാട്ട് കലാഭവൻ സജീവനൊക്കെ എഴുതിയത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ പാട്ട് ഏറ്റവും മികച്ച പാട്ടായി തോന്നി ആ പാട്ട് ഒന്നാമത് കൊടുത്തു. ആ പാട്ട് ഹിറ്റാവും എന്നൊക്കെ മണിച്ചേട്ടൻ പറഞ്ഞു. പക്ഷെ അത് വേണ്ടത്ര ഹിറ്റായില്ല. ആ പാട്ട് അത്ര ഹിറ്റായില്ല. അങ്ങനെ അത് വർഷങ്ങൾ. അപ്പോൾ അത് പിന്നീട് മണിച്ചേട്ടൻ പലപ്പോഴും കാണുമ്പോൾ നമ്മുടെ ആ പാട്ട് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്ന് മണിച്ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രൊഡ്യൂസറായ കബീർ കയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരു സങ്കടം തോന്നി, ആ പാട്ടൊന്ന് ഹിറ്റായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അങ്ങനെ 20 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ കൈകൊട്ടിക്കളിക്കാർ ആ പാട്ട് അവരുടെ പ്രോഗ്രാമിലെടുത്ത് ആ പാട്ട് ഹിറ്റാക്കി. പല ടീമുകളും ഇപ്പോൾ കൈകൊട്ടിക്കളിയിൽ ആ പാട്ട് അവർ നൃത്തം അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്നെ അത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ പാട്ട് ഇതാണ്: തേക്കുപാട്ടിൻ്റെ താളത്തിൽ തുള്ളടി ആലോല്ലം കിളിത്തില്ല അന്ന, ഞാറ്റുപാട്ടിൻ്റെ താളത്തിൽ ആടടി കുഞ്ഞോല്ലം കിളിത്തില്ല അന്ന. തേക്കുപാട്ടിൻ്റെ താളത്തിൽ തുള്ളടി ആലോല്ലം കിളിത്തില്ല അന്ന, ഞാറ്റുപാട്ടിൻ്റെ താളത്തിൽ ആടടി കുഞ്ഞോല്ലം കിളിത്തില്ല അന്ന. ഈ പാട്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഈ പാട്ട് ഹിറ്റായപ്പോൾ ഇത് കാണാനൊന്നും നമ്മുടെ മണിച്ചേട്ടനില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്ക് അത് ഹിറ്റാവും. സമയം പിന്നീട് ഒരിക്കൽ പറഞ്ഞു അതെല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ അതൊക്കെ ഹിറ്റാവും എന്ന് പറഞ്ഞു. അല്ല, ഇപ്പം ഞാനേ ചേട്ടൻ അതിനകത്ത് പരാമർശിച്ചു പോയ ഒരാളുടെ പേരുണ്ട്, അറുമുഖൻ വെങ്കടൻ. എനിക്കറിയാം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന്റെ മകൻ ഷൈനുമായിട്ട് ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. നിങ്ങളെ പോലെ നിരവധി ആളുകൾ എഴുതി കൊടുക്കുന്നതാണ്. ഓക്കെ, ഞാൻ അപ്പൊ ആദ്യത്തെ ഒന്ന് തിരുത്തുവാണ്. എനിക്ക് അന്നേരം അപ്പം ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ 1-2 പേര് എഴുതി കൊടുത്തിട്ട് മണി പാടുക എന്ന് പറയുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരു ടീം വർക്കാണ് ഇതിന്. അതെ. പിന്നെ എനിക്ക് അതിനകത്തൊരു ഗുണം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ മണിച്ചേട്ടൻ്റെ ഇപ്പോൾ ഈ കറുമ്പനാളൊരു കുറുമ്പൻ എന്ന് പറയുന്ന ആൽബത്തിൻ്റെ അതിനകത്ത് മണിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്ന സംഭാഷണങ്ങളൊക്കെ ഞാനാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മലയാള മണ്ണിൻ്റെ ഗന്ധമുള്ള ഒത്തിരിയേറെ നാടൻ പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാഭവൻ മണി ഇതാ നാടൻ പാട്ടിൻ്റെ മണിച്ചെപ്പ് തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അതെൻ്റെ വോയിസിലാണ് മണിച്ചേട്ടൻ പറയിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള സംഭാഷണങ്ങൾ ഞാനും മണിച്ചേട്ടനും കൂടെ കൂടി എഴുതിയതാണ്. അപ്പോൾ അതിനകത്തൊരു കോമഡി ഉണ്ട്, അത് മറച്ചു ചൊല്ലു പറയുന്നത് മണിച്ചേട്ടൻ, അത് ഞാനും മണിച്ചേട്ടനും കൂടിയാണ് പറയുന്നത് തന്നെ.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ അതിൽ ചേട്ടാ അതൊന്ന് ചുമ്മാ പറയാമോ? ഞാനത് കാരണം അതിന് ശേഷം പറയാം. മറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അത് ഏനൻ്റെ 18 കയനട്ടൻ കാപ്പി തിളപ്പിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് അതിന് വല്ലതും മനസ്സിലായ സാബു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീടിനടുത്തുള്ള കയനങ്ങാടി ക്ഷേത്രത്തിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നതൊക്കെ ആയിട്ടാണ്. അപ്പം എൻ്റെ പേര് ഒക്കെ അദ്ദേഹം 2-3 കാസറ്റിൽ എൻ്റെ പേര് പറയുന്നുണ്ട് മണിച്ചേട്ടൻ. അപ്പോൾ എന്തായാലും എന്നോട് മണിച്ചേട്ടന് ഭയങ്കര ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്നോട് ഇത് മറ്റൊന്നുമല്ല, ഞാൻ ഈ കാസറ്റ് വർക്കിൻ്റെ ഒക്കെ സമയത്ത് ചെറുതായിട്ടൊരു ആഘോഷം എല്ലാ ദിവസങ്ങളിലും ചെറിയൊരു ആഘോഷമൊക്കെ ഉണ്ടാകും. ഞാൻ ഈ ആഘോഷങ്ങളിലൊന്നും, അതായത് മദ്യപാനം അങ്ങനെ ഒരു ദുശീലം എനിക്കില്ലാത്ത കാരണം ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, എടാ കുടിക്കാത്തവൻ കുടിക്കാതിരിക്കുക നല്ലത്, കുടിച്ചോരോ കുടിച്ചു പോയി, കുടിക്കാത്തവൻ കുടിക്കാതിരിക്കുക നല്ലതെന്ന്. അതായത് ഈ പറ്റാണ്ടല്ലേ സരസു എന്ന് പറഞ്ഞ ആൽബത്തിൻ്റെ വർക്ക് തൃശ്ശൂരാണ് അതിൻ്റെ വർക്കെല്ലാം നടന്നത്. ആ വർക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും വലിയൊരു പാർട്ടി പ്ലാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് പുള്ളി പറഞ്ഞു പതുക്കെ അതിനകത്തുനിന്ന് മാറി. എനിക്ക് അത്യാവശ്യമായിട്ട് ചാലക്കുടി വരെ പോകാനുണ്ട്, ഞാനും സാബും കൂടെ പോകാമെന്ന് പറഞ്ഞു മണിച്ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. പോരുന്ന വഴി പറഞ്ഞു, സത്യത്തിൽ എനിക്കൊരു തിരക്കുമില്ല, ഇന്നെങ്കിലും സന്തോഷത്തോടെ വെളിവോടുകൂടി വീട്ടിലേക്ക് കടന്ന് ചെല്ലാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നിട്ട് ഒരുപാട് കഥകളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പോൾ പോരുന്ന വഴിക്ക് അവിടെ ഒരു ബോർഡ് കണ്ടു, കലാഭവൻ മണി അസോസിയേഷൻ, അതെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം വളരെ ഒരു നിഷ്കളങ്കനായ എല്ലാവരെയും സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. നമ്മളീ പറയുന്ന കടന്ന് വില്ലനെ പോലെ കടന്നു വന്നിട്ട് ഭയങ്കര ഹീറോയാകുന്ന മണിയേക്കാൾ ഉപരിയായിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുള്ള ഒരു കലാഭവൻ മണിച്ചേട്ടനെ, അല്ലെങ്കിൽ പിന്നെ ഞാനത് കുടിക്കില്ല എന്ന് ഓർത്തിട്ട് എന്നെ ഒന്നും ഒരു വിലയും കൊടുക്കണ്ട, ഞാനൊരു ആരക്കുഴ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പാട്ടെഴുതി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിൽ തന്നെ ഞാൻ കുടിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നോടൊപ്പം അന്ന് കുടി തന്നെ ആ ആഘോഷം വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്നു. എന്നെനിക്ക് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു ദിവസം ഞാൻ കാരണം മണിച്ചേട്ടനെ കൊണ്ട് കുടിപ്പിക്കുക, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മദ്യപാനം എന്ന ദുശീലം അത് ഞാൻ കുടിക്കാത്ത കാരണം അത് ഒരു ദിവസത്തേക്കെങ്കിലും. ചേട്ടാ ഞാനത് ചോദിക്കാൻ കാരണം ഈ കറമ്പനാളൊരു കുറുമ്പൻ അല്ലെങ്കിൽ കലാഭവൻ മണി ഞങ്ങളുടെയൊക്കെ ചെറുതിലെ ഞാനൊക്കെ ജനിച്ച് വളർന്നൊരു വലിയ കോളനിയിലാണ്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരാളുടെ വീട്ടിലായിരിക്കും ഈ കാസറ്റ് മേടിക്കുന്നത്. അതൊക്കെ വളരെ കുറഞ്ഞ വീടുകളിലെ അന്ന് ടേപ്പ് റെക്കോർഡറും ഒക്കെ ഉള്ളൂ. അതങ്ങ് ഒച്ചത്തിൽ വെക്കും. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ നമ്മളതിനകത്ത് ഡയലോഗ് പോലും നമ്മൾ ശ്രദ്ധിക്കും. പല ആൾക്കാരും ഈ പാട്ട് എഴുതിയെടുക്കാൻ പേനയും പേപ്പറും കൊണ്ട് വന്ന് എഴുതിയെടുക്കും. കാരണം മനുഷ്യന്റെ പുതിയൊരു പാട്ടിറങ്ങാന്ന് പറയുമ്പോൾ എന്തോ ഒരു താളം ഉണ്ടായി, എന്തോ ഒരു താളമല്ല, ഒരു നല്ല താളമുണ്ട്. ആ താളത്തിലാണ് നമ്മളെല്ലാം പിടിച്ചു നിൽക്കുന്നത്. ഉമ്പായി കുച്ചാന്റെ ചേട്ടൻ അതെ ഉമ്പായി കുച്ചാൻ ആൽബത്തിൽ ഞാൻ വർക്ക് ചെയ്താണ്. അതിനകത്ത് മുത്തുമണിയെ ചാലക്കുടിയുടെ ചിന്നമണി കറുമ്പനാളൊരു കുറുമ്പൻ ആൽബത്തിന്റെ പേര്, അതിന്റെ സ്ക്രിപ്റ്റും ഒക്കെ ഞാൻ എഴുതി. അല്ല ഞാൻ ഇപ്പോഴും ചേട്ടൻ അതൊക്കെ പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഈ ഓഡിയൻസ് കേൾക്കുന്നവർക്കല്ല ആ കാസറ്റിന്റെ പുറംചേട്ട ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത്രയും നല്ല നമ്മളതൊരു വല്ലാത്ത ഫീൽ. ഉമ്പായി കുച്ചാണ്ട് പാടുമ്പോഴത്തേക്ക് നമുക്കെല്ലാം ഒരു പക്ഷെ ആ വേദന എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പട്ടിണി കിടക്കുന്നതിന്റെ ഒരു വേദനയാ. മറ്റേ എന്താ വളരെ സിമ്പിളാണ്. അടുക്കളയിൽ ചെന്നിട്ട് കുമാരൻ അടുപ്പത്തേക്കൊന്നു നോക്കി വെള്ളമിറക്കടി ജാനു ഞാനൊന്ന് കുളിച്ചിടട്ടെ. അയ്യോ അതൊക്കെ പറയുമ്പോ അപ്പനും മകളും തമ്മിലുള്ളൊരു സംഭാഷണമാണല്ലോ. അപ്പൊ അത് ഭയങ്കര ഫീലിംഗ് ആണ്. ഞാൻ ഭയങ്കര അപ്പൻ പിള്ളയാണേ. അപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്ന അപ്പം വരുന്നോണ്ട് വരെ കാത്തിരുന്നിട്ട് പറയും അമ്മ എന്നെ അടിച്ചെന്ന് ചോറ് ചോദിച്ചപ്പോ. അപ്പൊ ശരിയാണ്, എല്ലാ വീടുകളിലും വൈകുന്നേരം വരുമ്പോ അപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് പരിഭവങ്ങൾ കേൾക്കാറുണ്ട് മക്കളുടെ കാര്യം, ഭാര്യ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ കണക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊക്കെ കാണാൻ കൊതിച്ചൊരു വ്യക്തിയാണ് കലാഭവൻ മണി. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഈ പാട്ടിന്റെ അത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിംഗ് അവിടെ നടന്നപ്പോൾ അത് മണിച്ചേട്ടൻ കരഞ്ഞത്. ആ പാട്ടിന്റെ അവസാനം അതിൻ്റെ വീഡിയോ ഇപ്പോൾ കിട്ടുമെന്ന് അറിയില്ല, നേരത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ പാട്ടിൻ്റെ ഷൂട്ടിങ്ങിന് മണിച്ചേട്ടൻ കരഞ്ഞത് ഗ്ലിസറിൻ ഇല്ലാതെ അദ്ദേഹം തന്നെ ആ പാട്ടിൻ്റെ അവസാനം കരയുന്ന ഒരു രംഗമുണ്ട്. അത് മണിച്ചേട്ടൻ തന്നെ ഗ്ലിസറിൻ കേൾക്കുന്നത് ഞങ്ങൾക്ക് ഇന്നും ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെയിൻ വരും. പിന്നെ അത് തന്നെയല്ല, അദ്ദേഹത്തിന് അച്ഛനുമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, അതായത് അച്ഛനുമായിട്ടൊരു പ്രത്യേക ഒരു അടുപ്പമുണ്ടായിരുന്നു. കാരണം അച്ഛനെക്കുറിച്ചൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കുഞ്ഞുനാളിലച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോഴോർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും, എൻ മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അച്ഛൻ ചൊല്ലിടും, എൻ മണിക്കുട്ട നീ എൻ്റെ ജീവനാണടാ. അപ്പം അതിനകത്ത് അനുപല്ലവിയിൽ
അന്തിക്ക് അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ട് മുറ്റത്തിരുന്ന് മാനത്തെ നക്ഷത്രങ്ങൾ നോക്കി കഥ പറഞ്ഞു തരാറുണ്ടെന്ന് ഞാൻ എഴുതി വെച്ചപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ പണി കഴിഞ്ഞ് വന്ന് മുറ്റത്തിരുന്ന് മാനത്ത് നോക്കി കഥയൊന്നും പറഞ്ഞ് തന്നിട്ടില്ല. എൻ്റെ അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഈ വാഴയിലക്കകത്ത് അത് മാമ്പഴമൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പാട്ട് വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുപലവി മാറ്റി എഴുതി. അന്തിക്ക് അച്ഛൻ വരുമ്പോൾ വാടിയ വാഴലക്കുമ്പിൽ മാമ്പഴം കൊണ്ടുവരുന്നതും ഓർത്തിടുന്നു ഞാൻ. അച്ഛനോടൊത്തു കഴിഞ്ഞ അന്നത്തെ നല്ല ദിനങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വന്നിടും. അച്ഛനെ കണ്ണു നിറയെ ഞാൻ കണ്ടിടും. ചേട്ടാ മതി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് അച്ഛനെ പറഞ്ഞ അച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്കറിയില്ല, അത് പറഞ്ഞ് എനിക്ക് അറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. പിന്നെ ആദ്യം മാഡം പറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ്റെ അതിനൊരു പ്രത്യേക താളമാണെന്ന് ഡയലോഗിനിടയ്ക്ക് സംഭാഷണത്തിനിടയ്ക്ക് വന്നത് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിന് പ്രത്യേക താളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, ഇതുവരെ പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ തിരുവല്ലായിൽ ഒരു പ്രോഗ്രാമിൽ ഒരു ചിത്രകല ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ വൈകിട്ട് ഇവർ കലാകാരന്മാർ ആ ഗ്രൂപ്പിലുള്ളവരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ അവതരിപ്പിച്ചത് നാടൻ പാട്ടുകളാണ്, മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ, അത് ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ കുറേ നാടൻ പാട്ടുകാരവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേക പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നാടൻ പാട്ടുകാർ വന്നു. അവരിങ്ങനെ പുറംതിരിഞ്ഞിരുന്നു, ചിലരിങ്ങനെ തല കുമ്പിട്ടിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ നാടൻ പാട്ടുകാർ ഈ നാടൻ പാട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മൾ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവരിങ്ങനെ തല കുമ്പിട്ടിരുന്നു. ഒരാൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ പുറംതിരിഞ്ഞിരുന്നു. എനിക്കത് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പരിപാടി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് എന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പ്രോഗ്രാം ചെയ്തപ്പോൾ പുറംതിരിഞ്ഞിരുന്നത്? ഇയാൾ പാടിയത് മണിയുടെ പാട്ടുകളല്ലേ, മണിയുടെ പാട്ടിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അടിസ്ഥാനമുണ്ടോ, അതൊക്കെ ആരെങ്കിലും അംഗീകരിക്കുമോ? ഞങ്ങളൊക്കെ യഥാർത്ഥ നാടൻ പാട്ടുകളെ അംഗീകരിക്കുന്നവരാണ്, അതിനെ പ്രചരിപ്പിക്കുന്നവരാണ്. മണിയുടെ പാട്ടൊക്കെ ചുമ്മാ എഴുത്തുപാട്ടാ, എനിക്ക് ആരെങ്കിലും അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അത് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞിരുന്ന. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതൊരു നാടൻ പാട്ട് സമിതികൾ മണിച്ചേട്ടൻ്റെ പാട്ട് പാടി ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും പാടുന്നു, അവാർഡിന് കാര്യങ്ങളെല്ലാം മണിച്ചേട്ടൻ്റെ പേരിൽ നടത്തുന്നു. അന്ന് ആരും മണിച്ചേട്ടൻ, ഞാൻ പലയിടത്തും ഈ നാടൻ പാട്ട് സംഘങ്ങളുടെ പ്രോഗ്രാമെല്ലാം കാണുമ്പോൾ ഞാൻ അവരെ ചെന്ന് പരിചയപ്പെടും. ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ എഴുതുന്ന ആളാട്ടോ, മണിച്ചേട്ടൻ്റെ പേരും പറഞ്ഞു. അവരാരും അംഗീകരിച്ചിട്ടില്ല. എൻ്റെ അനുഭവം അത് ഞാൻ മണിച്ചേട്ടനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. മണിച്ചേട്ടൻ പറഞ്ഞു, എനിക്കത് അറിയാൻ സാബു എന്ന് പറഞ്ഞു, എന്നെയൊക്കെ അംഗീകരിക്കുന്ന ഒരു കാലം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ അന്നത്തെ തൃശ്ശൂർ എന്ന് പറയുന്ന യാത്രയിൽ പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനമില്ലാന്ന് മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പാട്ടാണ്. എൻ്റെ ഈ പാട്ട് ദേശീയഗാനമാക്കാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന പാട്ടാണ്. ഓടേണ്ട ഓടേണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട. ഈ പാട്ട് എല്ലാവർക്കും അറിയാം ഇല്ലേ? ഈ പാട്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഹിറ്റായത്, എന്താണ് അതിൻ്റെ താളം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പാട്ടൊരു വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഏത് മഞ്ചരി വൃത്തത്തിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. ആ മഞ്ചരി വൃത്തം എന്ന് പറഞ്ഞാൽ ആ പാട്ടിനെ ഒരു കവിതയാക്കി നമുക്ക് ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. മഞ്ചരി വൃത്തത്തിലാണ്. വൃത്തത്തിൽ എഴുതുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകളിലേക്ക് പതിയും. അതേപോലെ തന്നെ മണിച്ചേട്ടൻ്റെ കാട്ടിലെ മാനിൻ്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. ഈ പാട്ടും പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് പതിഞ്ഞു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാരകാകളി വൃത്തത്തിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. മാരകാകളി വൃത്തം. മാരകാകളി വൃത്തത്തിലാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. പലരും നമുക്ക് ഇന്നിപ്പോൾ റിയാലിറ്റി ഷോകളിലെല്ലാം രാഗങ്ങളെക്കുറിച്ച് പറയാൻ പാട്ടുകാരുണ്ട്. പക്ഷേ വൃത്തങ്ങളെയും ഓരോ പാട്ടിൻ്റെ പല പല പാട്ടുകളും വൃത്തങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വൃത്തങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ പെട്ടെന്ന് ഹിറ്റാകും, ജനഹൃദയങ്ങളിൽ പതിയും. മാരകാകളി വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന കാട്ടിലമ്മാനിൻ്റെ കോല് കൊണ്ടുണ്ടാക്കുന്ന പാട്ട് മാത്രമല്ല, പൂമുഖവാതൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെൻ്റെ ഭാര്യ, അത് മാരകാകളി വൃത്ത. അത് ഏത് ട്യൂണിലേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. അതായത് സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം, ഇതൊക്കെ മാരകാകളി വൃത്തത്തിൽ എഴുതിയിരിക്കണം. അതൊക്കെ അപ്പോൾ ഈ പാട്ട് വൃത്തങ്ങളിൽ എഴുതുന്ന പാട്ട് പെട്ടെന്ന് ആളുകളിലേക്ക് പതിയും, പെട്ടെന്ന് ആളുകളിലേക്ക്. അതിൽ തന്നെ ഒരു അടിസ്ഥാനം, അതിൻ്റെ ലിറിക്കിൽ തന്നെ, അതിൻ്റെ രചനയിൽ തന്നെ അടിസ്ഥാന താളം കിടക്കുക. ആ താളമാണ് സംസാരത്തിനിടയിൽ എടുത്തു പറഞ്ഞത്
മണിച്ചേട്ടൻ്റെ പാട്ട് അത് ഒരു പ്രത്യേക താളമുണ്ട് എന്ന് പറയും. ആ ഒരു താളമാണ് പറഞ്ഞ് എനിക്കിതൊരു പുതിയ അറിവായിരുന്നു കേൾക്കുന്നത്. ഞാനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓടേണ്ട ഓടേണ്ട ഓടി ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന നമ്മുടെയൊക്കെ ചെറുതില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് പറയുമ്പോഴൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന എന്റെ കുട്ടിക്കാലമാണ്. ഈ ഇത് എവിടെ നിന്ന് ഞാൻ കേട്ടു അതൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കാട്ടിലെ മാനിന്റെ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു വൃത്തത്തിലാണെന്നും അന്ന് കേട്ടിരുന്ന ഏറ്റവും വലിയത് നാടൻപാട്ടിനെ കലാഭമണി കൊന്നു അല്ലെങ്കിൽ കൊല വിളിച്ചു ഇതായിരുന്നു പറയുന്നത്. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നാടൻപാട്ട് ഇന്ന ശൈലിയെ പാടാവുള്ളൊന്നുമില്ലല്ലോ, ഒരു താളമാണ്. ആ താളത്തിൽ ഉണ്ടാവുന്ന വേവ് വ്യഥ ഇതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അന്നൊക്കെ എന്റെയൊക്കെ ചെറുതിൽ ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരുന്ന നാടൻ പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ആടുപാമ്പേ ആടാടുപാമ്പേ കാവേലിളം അങ്ങനെയൊക്കെയാണ് എനിക്ക് പാടാൻ അത്രയും പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് അത് പാടുമ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു ഫാസ്റ്റ് ആണ്. ആദ്യം ഇങ്ങനെ പതുക്കെ പതുക്കെ പതിഞ്ഞ താളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടാണ്. പക്ഷെ മണിച്ചേട്ടൻ്റെ അങ്ങനെയല്ല, എല്ലാം തന്നെ ഒരേ റേഞ്ചാണ്. മണിച്ചേട്ടൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ പാട്ട് എഴുതി കൊടുത്താലും അദ്ദേഹത്തിന്റെ വോയിസ് പോകുന്ന ഒരേ റേഞ്ചിലാണ്. ഇതെല്ലാം ഹൈ പിച്ചിലാണ് എനിക്ക് തോന്നിയത്. നമ്മളെ ഒരു ചെയിൻ സോങ് ഇല്ലേ, ഇങ്ങനെ അതായത് ഒരേ ലെവലിലാണ് നമുക്ക് അത് കേൾക്കുന്നത്. അപ്പോഴാണ് നമുക്കൊരു താളമാണല്ലോ, ഈ താളത്തിലാണല്ലോ നമ്മളത് ശരിക്കും ഇതാവുന്നത്. അതിനകത്ത് തന്നെ ചീര മുറിച്ചോണ്ട് നിൽക്കുന്ന നേരത്തെ കൈ നഖത്തിലെ മുള്ള ഇത്തന അങ്ങനെ വേറുള്ള കൈ നഖത്തിലെ മുള്ളെടുക്കാൻ അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതായത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്, വരികളും ഓർക്കാൻ എളുപ്പമാണ്. അതായത് കഥയാണത്. ഇദ്ദേഹം പറയുന്നത് അത് ഞാൻ ആദ്യം മണിച്ചേട്ടനെ ഞാൻ ഈ കുറേ പാട്ടുകൾ എഴുതി ഒരു 6 കൊല്ലത്തോളം അന്നൊക്കെ കാസറ്റ് ഇറങ്ങി ഇപ്പം പറഞ്ഞ കണക്ക് ആദ്യം പറഞ്ഞ കണക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ പാട്ട് നല്ല ഓളിത്തിൽ വെക്കും, അത് കേൾക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പോയിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അത് പിന്നെ അതിനെല്ലാം ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ കാസറ്റിൻ്റെ കവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കാരണം ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ കാണുന്ന കവറായിരിക്കും, കവർ തിരിച്ചു മറിച്ച് എന്തെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ടോ, എവിടെയാണത് ഡിസൈൻ ചെയ്തത് അതുവരെ വായിച്ച് മനസ്സിലാക്കും. അപ്പം അതിനകത്ത് ഫോട്ടോ ഒക്കെ കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് ഒരു ആൽബത്തിൽ വന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ 6 കൊല്ലത്തോളം ചാൻസ് ചോദിച്ച് പാട്ട്, അന്ന് ക്രിസ്ത്യാനോ എഴുതുന്നത്, ചാൻസ് ചോദിച്ചു പല സംഗീത സംവിധായകരെയും പല കാസറ്റ് കമ്പനികളെല്ലാം പോയി കണ്ടു, ആരും ചാൻസ് തന്നില്ല. അങ്ങനെ എൻ്റെ ഒരു സ്വന്തക്കാരൻ പറഞ്ഞു, പീറ്റർ പറഞ്ഞു, എൻ്റെ പൊന്നു സാബു നീ ഈ ഭക്തിയാനം എഴുത്ത് നിർത്തി നീ വല്ല നാടൻപാട്ട് എഴുതാൻ നോക്കും. നാടൻപാട്ട് എഴുതിയിട്ട് മണിച്ചേട്ടനെ ചെന്ന് കാണണം. എൻ്റെ ദൈവം ചിന്തിക്കാൻ പറ്റത്തില്ല. അന്ന് മണിച്ചേട്ടൻ കേരളക്കരയാകെ തരംഗമായിട്ട് നിൽക്കുക. ഞാനൊരു സിനിമാ നടനെ നേരിട്ട് കണ്ടിട്ടില്ല. ആരക്കുഴ ഗ്രാമത്തിലെ മണിച്ചേട്ടൻ ഞാൻ എവിടെ ചെന്നു, എടാ നീ അത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നാടൻ പാട്ട്, അപ്പനും അമ്മയൊക്കെ കുറച്ച് പാടുകയൊക്കെ ചെയ്യും, കുറച്ച് നാടൻ പാട്ടുകളൊക്കെ എഴുതി കൊണ്ട് അങ്ങനെ മണിച്ചേട്ടനെ കാണാൻ അവസരം കിട്ടി. അതിലെപ്പുള്ളി റിച്ചോണ്ടി ചെന്ന് ഒരു കാസറ്റ് വർക്ക് ഉണ്ട്, അവിടെ ചെന്ന് മണിച്ചേട്ടനെ കണ്ടു, പാട്ടെല്ലാം പാട്ടി വെച്ചു. മണിച്ചേട്ടൻ പറഞ്ഞു, സാബു ഇപ്പോൾ പറഞ്ഞു തരും, സാബു നമ്മുടെ പാട്ടെന്ന് സാബു ഇപ്പോൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന എല്ലാം പഴമയുടെ സംഗീതവും പഴമയുടെ രചനയൊക്കെയാണ്. നമ്മളങ്ങനെയല്ല, പഴമയുടെ സംഗീതം നമ്മളെടുക്കും, പഴയ കാലത്തെ സംഗീതം നമ്മളെടുത്ത് പുതിയ കാലത്തെ ലിറിക്ക്, പുതിയ കാലത്തെ രചന നമ്മൾ കൊണ്ടുവരും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അന്ന് കേരളത്തിലുള്ള സകല നാടൻപാട്ടുകാരും ചാക്കും കണക്കിന് നാടൻപാട്ടുമായിട്ട് വന്ന് രാവിലെ മുതൽ മണിച്ചേട്ടൻ പാട്ട് കേട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഈ സമയത്താണ് അവസാനം ഒരാൾ 12 പാട്ടുമായിട്ട് വന്നേക്കണത്, 500 പാട്ട് 1000 പാട്ട് ഇട്ട് വന്നേക്കണത്, പുറത്ത് നിൽക്കുക വേറെ. അന്നേരം അപ്പോൾ എന്നിട്ട് മണിച്ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെന്നൊരു ഉപദേശം തന്നു. എനിക്ക് ആകെ വിഷമിച്ചു, കാരണം ആരപ്പോഴും ഓട്ടോക്കാരോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കണത്. ഇത്തവണത്തെ മണിച്ചേട്ടൻ്റെ കാസറ്റിൽ എൻ്റെ പാട്ടുണ്ടാവും ഓണത്തിന്, സാബു മണിച്ചേട്ടനെ കാണാൻ പോവുക ഓട്ടോക്കാരൊക്കെ. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ കാണാൻ പോകാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അത് കിട്ടാൻ. അപ്പോൾ ഇത്തവണത്തെ മണിച്ചേട്ടൻ്റെ കാസറ്റ് എൻ്റെ പാട്ട് ഉറപ്പായിട്ടും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി സാബു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് നിൽക്കുക സാബു, ഒരു കാര്യം ചെയ്തു, സാബു ഒരു വ്യത്യസ്തമായൊരു പാട്ട് എഴുതിക്കും, ഒരു രാഷ്ട്രീയ ഗാനം എഴുതിക്കും, ഒരു അടിപൊളി പാട്ട് എഴുത്, നമുക്കത് ഈ പാട്ടിനകത്ത് ഉൾപ്പെടുത്താം, ഈ ആൽബത്തിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലുള്ള പാവപ്പെട്ടവർ കഞ്ഞി വെക്കാനില്ലാതെ ഇന്ന് കുത്തുപാള എടുത്തിടുമ്പോൾ ഭരിക്കുന്നവർ നാടുവിറ്റ പണം കൊണ്ട് ഫോറിനിൽ പോയി രസിക്കുന്നു, റെസ്റ്റ് എടുക്കാനെന്നും പറഞ്ഞ് ആ പാട്ട് എഴുതി. ആ പാട്ട് ആൽബത്തിൽ വന്നു. നിക്കടാ മണി നടക്കട പടക്കോട്ടെ എൻ്റെ ആദ്യത്തെ ആൽബം. അയ്യോ ഭയങ്കര, ആ ആൽബം ഭയങ്കര, അതിനകത്താണ് കണ്ണിമാങ്ങപ്രായ ആ പാട്ടൊക്കെ ഉള്ളത്. ആ ആൽബം ഭയങ്കര ഹിറ്റായി. അതിനുശേഷം അതിൻ്റെ ഫോട്ടോ എടുക്കാൻ നേരത്തൊന്നും ഞാൻ നിന്നില്ല, എന്നോട് നിൽക്കാൻ പറഞ്ഞു. കാരണം എൻ്റെ ഒരു പാട്ട് എങ്ങനെയെങ്കിലും വന്നാൽ മതി, പേരും വേണ്ട ഫോട്ടോയും വേണ്ട. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്ന് പറഞ്ഞാൽ ഇവർക്ക് പോലും തോന്നുമോ, അതൊക്കെ ഒരു തെറ്റുകാരാണ്. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കാതെ പോന്നു. പക്ഷെ എൻ്റെ പേര് ആൽബത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പേര് കൊടുത്തിട്ടുമുണ്ട്. അതായിരുന്നു ചേട്ടാ ഇപ്പൊ പറഞ്ഞ പാട്ടില്ലേ, ചേട്ടന്റെ ആദ്യത്തെ പാട്ട് കലാഭമണിക്കാണ്. അതിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് യോജിക്കുന്നതാണല്ലോ. ഇപ്പോഴത്തെ അത് മിക്കവാറും വൈറലാകാനുള്ള സാധ്യത. ഈ റോഡ് കണ്ടോ, റോഡിൻ ഗട്ടർ കണ്ടോ, ഈ ഗട്ടറിനാഴം കണ്ടോ, അതൊരു വണ്ടി വീഴുന്നൊക്കെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പാട്ടായിരുന്നു ആ പാട്ട്. പിന്നീട് അതേ ട്യൂണിൽ
ഗുണ്ട ഗുണ്ട ഗുണ്ടാജ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ രീതിയിൽ പല പല ട്യൂണുകളിലൊക്കെ പിന്നീട് പാട്ടുകളൊക്കെ വന്നു. ഈ കണ്ണിമാങ്ങ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രണയമാണ്. ഇപ്പൊ പ്രണയമുണ്ടല്ലോ അതിനകത്ത്. ആ പാട്ടിൻ്റെ രചന പലരും എൻ്റെ അവകാശത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട്, പല ചർച്ചകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സത്യത്തിൽ ആ സ്റ്റുഡിയോയിൽ വെച്ച് മണിച്ചേട്ടൻ ഈ പാട്ടിൻ്റെ പല്ലവിയും പാടിക്കണം. അന്ന് മണിച്ചേട്ടൻ ഒരു മാരുതിയിൽ വന്നു കഴിഞ്ഞിട്ട് മണിച്ചേട്ടൻ അവിടെ വെച്ച് ഇതിൻ്റെ പല്ലവി പാടി കണ്ണിമങ്ങപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടെ എന്ന്. ബാക്കിയത്തെ ഇല്ല, അതായത് ചരണോ അനുചരണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പല്ലവി മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു ഈ പാട്ട് നമുക്ക് കാസറ്റയിലേക്ക് എടുക്കാം. സർഗം സ്പീഡ് ഓഡിയോസാണ് വർക്ക് ചെയ്തത്, കബീർക്ക. അപ്പോൾ ഈ പാട്ടിൻ്റെ ബാക്കി എവിടെ മണി? ബാക്കി എഴുതി ഉണ്ടാക്കണം, ട്യൂൺ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ ട്യൂൺ പറഞ്ഞു തന്നിട്ട് അറുമുഖം പെങ്കിടിങ്ങ്, തോമസ് തോപ്പിൽക്കുടി, പിന്നെ കോട്ടയം സോമരാജ് ചേട്ടൻ, പിന്നെ ഞങ്ങൾ ഇത്രയും പേര് കൂടി ഇരുന്നിട്ട് അപ്പോൾ വെങ്കിടിങ്ങ് അടുത്തവർ എഴുതി ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ എൻ്റെ പുന്നാര്. പിന്നെ അതേ മോഡലിൽ തന്നെ അടുത്തയാൾ പറയുന്നു ഇന്നലെ നീ ഇട്ട മഞ്ഞ ചുരിദാർ. അപ്പം അങ്ങനെ കൂടി ഇരുന്നിട്ടാണ് ബാക്കി ഭാഗം എഴുതിയേക്കണത്. ഈ തോമസ് തോപ്പിൽക്കുടിയൊക്കെ ഇപ്പോഴും ഉണ്ട്, അറുമുഖം ചേട്ടനില്ല, കോട്ടയം സോമരാജില്ല. പക്ഷേ ഇങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിൻ്റെ രചന കംപ്ലീറ്റ് ഞാനാന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കൂടിയിരുന്നിട്ടാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്, ഈ പാട്ട് ചെയ്തത്. ഇതതിൻ്റെ സത്യാവസ്ഥയാണ്. ഇപ്പം ഇന്നും അതായത് തോമസ് തോപ്പിൽക്കുടിക്ക് എപ്പോഴും ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും ഈ വർക്കിൽ പങ്കെടുത്ത്. ചേട്ടന് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല? പിന്നീട് എനിക്ക് ദിലീപ് നാദർഷയുടെ ഡൽഹി ടു പാകിസ്ഥാൻ കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ കിട്ടി. എനിക്കതൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല. ദിലീപ് ഏട്ടൻ്റെയൊക്കെ അത് നാദർഷയ്ക്കൊക്കെ ഒന്ന് കാസറ്റ് രംഗത്തും കത്തി നിൽക്കും. ഇവരൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് എറണാകുളം ഹോട്ടൽ മാസിൽ വെച്ചായിരുന്നു ഇതിൻ്റെ വർക്കുകൾ. ഞാൻ അതിനകത്തൊരു സ്ക്രിപ്റ്റ് എഴുതി. സിനിമാ നടികളുടെ പേര് വെച്ചിട്ടുള്ളൊരു കോമഡിയാണ്, സിനിമാ നടികളുടെ പേര് വെച്ചിട്ടുള്ളൊരു കോമഡി. പിന്നെ അതേ രീതിയിൽ ആ പേര് വെച്ചിട്ട് തന്നെ പാട്ട്, സംഗീത കാവേരി ശ്രീവിദ്യശാലിനി സുകുമാരി കനകലത. അപ്പം ഇങ്ങനെ സിനിമാ നടികളുടെ പേര് വെച്ച് കോമഡിയും പാട്ടും. അപ്പം ദിലീപ് ഇതൊരു ചാന്തുപൊട്ട് കഥാപാത്രമായിട്ട് വേദിയിൽ ദിലീപ് ഏട്ടൻ ഇത് വേദികളിൽ കൂടെ അവതരിപ്പിച്ചു. അതിനുശേഷമാണ് ആ സിനിമ തന്നെ ഇറങ്ങുന്നത്. പിന്നെ ചേട്ടാ നമ്മൾ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം, ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ നിക്കടാ മണി നടക്കടാ വടക്കോട്ട്, ഈ കർമ്മനാരകൾ കുറുമ്പൻ കാച്ചിങ് വേർഡ്സ് ആണ്, മറക്കില്ല ഈ പേര്. അങ്ങനെ മറക്കാൻ പറ്റുന്ന പോലെയല്ല, ക്യാപ്ഷൻ പോലെ. ഇതൊക്കെ ആരായിരുന്നു അന്നത്തെ കാലത്ത്? മനുഷ്യൻ തന്നെയാണോ ഇതെല്ലാം ഫിക്സ്? അല്ലല്ല, നിക്കട മണി നടക്കട വടക്കോട്ട് എന്ന് പറയുന്ന പേരിട്ടത് സാജു കൊടിയൻ എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. സാജു കൊടിയനാണ് പേരിട്ടത്. ഇപ്പം ഇതിപ്പോൾ സാജു കൊടിയൻ ഇപ്പോൾ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ സാജു കൊടിയൻ അത് സന്തോഷമായിരിക്കും ഈ കാര്യം ഓർമ്മപ്പെടുത്തി. സാജു കൊടിയനാണ് പേരിട്ടത്. പിന്നെ പറ്റാണ്ടല്ലേ സരസു ശിരസി എന്ന് വരേണ്ടതെന്ന് പറഞ്ഞ പേരിട്ടത് മണിച്ചേട്ടനാണ്. ആ പേര് കേട്ടപ്പോൾ നമുക്ക് അന്നേരം ഒരു അസ്വസ്ഥത തോന്നി, ഇതെന്ത് പേരാണെന്ന് പറഞ്ഞു. ആ പേരിട്ടത് മണിച്ചേട്ടനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കറുമ്പനാളൊരു കുറുമ്പൻ എന്ന് പറയുന്ന ആ പേരിട്ടത് ഞാനാണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് പേരിട്ടില്ല. എൻ്റെ ആ പാട്ടിനകത്ത് അതിനകത്തൊരു മുത്തുമണിയെ എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ടിലൊരു വരിയുണ്ട്, ഈ കറുമ്പനാളൊരു കുറുമ്പനട അത് പറയും വാനെനിക്ക് മടിയില്ല, അത് പറയും എവിടെയും അനുഭവമായി ഞാനുള്ള കാലം പറയും, ഹേയ് മുത്തുമണി ഞാൻ ചാലക്കുടിയുടെ ചിന്നമണി ഞാൻ. അങ്ങനെ ഓരോ അനുഭവങ്ങൾ. ഞാനത് വേറെ ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കേട്ടിട്ടാണ് ആ പാട്ടിലേക്ക് ഈ കറുമ്പനാളൊരു കുറുമ്പനട എന്ന് എഴുതി വെച്ചത്. അതാ ആൽബത്തിലേക്ക് കയറി പേരായിട്ട്. പിന്നെ പിന്നീട് ഇപ്പം ചേട്ടൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്, പിള്ളേരെ ആർട്സ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നു. 7ഓളം വാദ്യോപകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. 7ഓളം വാദ്യോപകരണങ്ങളല്ല, 7ഓളം കലകൾ ചെയ്യുന്നു. അതിനകത്ത് വാദ്യോപകരണങ്ങൾ കൂടെ പുല്ലാങ്കുഴൽ, റെക്കോർഡർ, ചൈനീസ് ഫ്ലൂട്ട്, അങ്ങനെ കീ ഫ്ലൂട്ട് അതൊക്കെ ചെയ്യുന്നു. അതിൽ കാരിക്കേച്ചറും ഉണ്ട്. കാരിക്കേച്ചർ, ചിത്രകല, ശില്പകല, അഭിനയം, മിമിക്രി, സംഗീതം, സാഹിത്യത്തിലെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പാട്ട് ഇപ്പം തന്നെ 2000-ഓളം പാട്ടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി അതേ രീതിയിൽ ആനിമേഷൻ കഥകൾ യൂട്യൂബിൽ സർഗം മ്യൂസിക്കിൻ്റെ അവരുടെ ഒരു 75% യൂട്യൂബിൽ കഥകളും പാട്ടുകളും ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ മേക്ക് ചെയ്യുന്ന എങ്ങനെയാണ്? കുഞ്ഞു കൊച്ചുങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണോ? അങ്ങനെ കഥകൾ അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രം, ആനിമേഷൻ കഥാപാത്രങ്ങളുണ്ട്. ഈ അവരിങ്ങനെ പറയും നമുക്ക് ഇന്ന കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കഥ, അത് നല്ലൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടുള്ള കഥയായിരിക്കണം. അങ്ങനെ നമ്മൾ പടപടാന്നുണ്ടാക്കും. ചെറുപ്പകാലം മുതൽ ഇതിനൊക്കെ ഒന്ന് പരിശീലിച്ച്. ആനയെക്കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, അരിക്കൊമ്പനെ കുറിച്ച് പാട്ട് എഴുതി. ആനകളെക്കുറിച്ച് ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ നമ്മളെ ചെയ്തേക്കണം. അത് ഇതിന് ആസ്വാദകർ, കോടിക്കണക്കിന് ആസ്വാദകരുണ്ട്. ഇപ്പം കാട്ടിലുള്ളൊരു കാട്ടാന, കുഴിയിൽ വീണപ്പ കുഴിയാന, നാട്ടിലെത്തി നാട്ടാന, എന്തോ ചെയ്യാന പാവം മീയാന. പിന്നെ പടയപ്പയെക്കുറിച്ച്, പടയപ്പ മൂന്നാറിൻ പ്രിയ പടയപ്പ രജനി ശൈലൻ പടയപ്പയെക്കുറിച്ചുണ്ട്. അരിക്കൊതിയൻ അരിശമുള്ളോൻ അരിക്കൊമ്പനാന,
അരിക്കൊമ്പൻ ആനയെക്കുറിച്ചുണ്ട്. അങ്ങനെ ഓരോ ആനകളെക്കുറിച്ചും പാട്ടുകൾ. ഈ കാര്യം ആനകൾ നാട്ടിലിറങ്ങി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് ആനകൾ അവർക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. ആനപ്പാട്ട് കേൾക്കാനും ആനക്കഥകൾ കേൾക്കാനും ആനകളെ കാണാനും കുട്ടികൾക്ക് ഇഷ്ടമാണ്. അത് കാരണം നമ്മുടെ ഈ കുട്ടിപ്പാട്ടുകളുടെ ആസ്വാദകർ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളാണ്. പലരും എനിക്ക് അയച്ചു തരാറുണ്ട്. അവരുടെ കൊച്ചു അല്ലെങ്കിൽ 2 വയസ്സുള്ള കൊച്ചു ഈ പാട്ട് തന്നെയും പിന്നെയും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അത് കാരണം ഈ കോടിക്കണക്കിന് ആസ്വാദകർ ഇതിനകത്ത് ഈ പാട്ടിലേക്ക് വന്നിരിക്കുന്നത്. മൺചേട്ടനെ കണ്ടു നമ്മൾ ആ ഒരു കാലഘട്ടം. അപ്പം മൺചേട്ടൻ്റെ വിയോഗം ഞാനത് അറിയുന്നത് ഒരു അമ്പലത്തിലെ ഉത്സവത്തിന്, ഒരു മാർച്ച് 6-ാം തീയതി ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം ഇതിലെ കൂടെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കെന്ന് പറയുന്നത് ജസ്റ്റ് ഈ പറയുന്ന പോലെ കാസറ്റ്, സിനിമ, ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, അത് അന്നേരം പോലും നിർത്താതെ നമുക്ക് ആ ഒരു ദിവസം ഇന്നും മനസ്സിൽ നിന്ന് മായുന്നില്ല. പക്ഷെ ഇത്രയും കൂടെ വർക്ക് ചെയ്യുകയും കൂടെ നടക്കുകയും പറയുമ്പോൾ തന്നെ കുളിര് കോരുന്നു. സ്പന്ദനം അറിയുകയും ചെയ്ത നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു ഇത് ഉൾക്കൊണ്ടത്? അത് വല്ലാത്തൊരവസ്ഥ. എന്നെ സംബന്ധിച്ചത് ഭയങ്കര വേദനയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ മണിച്ചേട്ടനൊരു ഭയങ്കര ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. ഒത്തിരി ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മളോട് സ്നേഹമുണ്ടെന്ന് പിന്നീടാണ് എനിക്ക് തോന്നിയത്. കാരണം കാരണം മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, അതായത് സതീഷ് ബാബു, കബീർക്കയുടെ അവരുടെ കാസറ്റ് പ്രൊഡ്യൂസർമാരോട് പറഞ്ഞു, സാബുവിന് മാത്രം പല പാട്ടുകാർക്കും പല എഴുത്തുകാർക്കൊക്കെ ഒരു പ്രത്യേക സഹായമൊക്കെ മണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്തതൊക്കെ ആയിട്ട് നമുക്കറിയാം. സാബു ഞാൻ അങ്ങനെ ഒന്നും മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് അപ്പോൾ ഒരിക്കലും തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ മണിച്ചേട്ടൻ എടാ സാബു നിനക്ക് വിശക്കുന്നുണ്ടോ, നമുക്കൊരു ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ മണിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട് പാടിയിലേക്ക്, പല പ്രോഗ്രാമിന് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അത് റെക്കോർഡിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരും. പിന്നെ അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ വിളിക്കാറില്ല, ഷൂട്ടിംഗ് സ്ഥലത്തേക്കൊന്നും നമ്മൾ ചെല്ലാറില്ല, അങ്ങനെയൊക്കെ. അത് കാരണം ഇദ്ദേഹത്തിനൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാബു നിനക്ക് ഞാൻ 8 പാട്ട് ഫ്രീ ആയിട്ട് പാടിത്തരാം. 8 പാട്ട്. അന്ന് അദ്ദേഹത്തിന് എൻ്റെ ഒരു ആൽബം ശരിക്കും പറഞ്ഞാൽ 6-7 ലക്ഷം രൂപ കിട്ടും 8 പാട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിച്ച് ഏതെങ്കിലും കമ്പനിക്ക് വിറ്റാൽ. അപ്പോൾ എന്നോട് മണിച്ചേട്ടൻ പറഞ്ഞു 8 പാട്ട് നിനക്ക് ഫ്രീ ആയിട്ട് പാടിത്തരാം, നീ ആ പാട്ടിൻ്റെ രചനയും സംഗീതമൊക്കെ നിർവഹിച്ച് എല്ലാം റെഡി ആക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അന്നൊക്കെ ഒരു 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ഥലവും മേടിക്കാം പുറത്ത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പേടി തോന്നി. ഞാൻ ഈ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മണിച്ചേട്ടൻ പാടി തന്നില്ലെങ്കിലോ, അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ എനിക്കാകെ അസ്വസ്ഥത തോന്നി. അതിങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അത് പിന്നെ ആ ഒരു ചാൻസ് നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ മണിച്ചേട്ടൻ പറഞ്ഞു, എടാ നിനക്ക് ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞായിരുന്നല്ലോ, ഞാനത് നീ എപ്പോൾ വേണേലും ഇപ്പം ആയാലും ഞാനത് പാടിത്തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വേണ്ട മണിച്ചേട്ടാന്ന് പറഞ്ഞു, അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മണിച്ചേട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞു, നമുക്ക് മലയാറ്റൂർ മുത്തപ്പനെ കുറിച്ചൊരു പാട്ട് നമുക്കൊന്ന് പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് നീ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പാട്ട് എഴുതി. മലയിൽ വാഴും മുത്തപ്പ മലയാറ്റൂർ മുത്തപ്പ, ഭക്തിയോടെ അടിയങ്ങൾ മല കയറുന്നേ, പൊന്നിൻ കുരിശൊന്നു വണങ്ങിടുവാൻ, പുണ്യക്കാൽ പാടുന്നു കണ്ടിടുവാൻ, പൊന്മല കയറ്റിടണേ പൊൻകുരിശു മുത്തപ്പ, മലയിൽ വാഴും മുത്തപ്പ മലയാറ്റൂർ മുത്തപ്പ, ഭക്തിയോടെ അടിയങ്ങൾ മല കയറുന്നേ. ഈ പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മണിച്ചേട്ടൻ്റെ ആ മരണവാർത്ത നമ്മൾ അറിയുന്നത്. അതൊക്കെ അപ്പോൾ മണിച്ചേട്ടനെ ഞാൻ പാട്ട് കേൾപ്പിച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നീട് ചില വർക്കുകൾക്കൊന്നും ഞാൻ പാട്ട് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കും. അതായത് കളിമണ്ണിൽ കുശവൻ്റെ കയ്യാൽ വിരി മനോഹര ചട്ടിക്കലം, ആ പാട്ടൊക്കെ ചെയ്തപ്പോൾ ഞാൻ മണിച്ചേട്ടൻ്റെ വർക്കിന് പോയില്ല, വാട്സപ്പിൽ പാട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ മണിച്ചേട്ടൻ ഇങ്ങനെ പറയും, എടാ നിന്നെ കാണണമെന്ന് ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു എന്ന് പറയും. പക്ഷേ ഞാനത്ര കാര്യമൊക്കെ എടുത്തില്ല. പിന്നീട് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ ചെന്നപ്പോൾ, കലാഭവൻ ബിനു ഒക്കെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഒരിക്കൽ മണിച്ചേട്ടൻ എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട് മണിച്ചേട്ടൻ. അപ്പോൾ അന്നേരം ഞങ്ങൾ ഫോട്ടോ എടുത്ത വാതിലിൽ നിന്ന ഫോട്ടോ എടുത്ത മണിച്ചേട്ടൻ്റെ. അപ്പോൾ മണിച്ചേട്ടൻ ആ കൂട്ടുകാരോട് പറയും, എടാ അവനിപ്പോൾ വന്നില്ല, അവനെ വിളിച്ച് പലതവണ ഞാൻ വിളിച്ചിട്ട് വന്നില്ല, അവൻ എന്താണെന്നറിയില്ല, എന്നോട് വഴക്കാണോ എന്നൊക്കെ എനിക്കറിയാൻ പാടില്ല. അത് ബിനു എൻ്റെ അടുത്ത് പറഞ്ഞു. അതും ചുമ്മാ തള്ളണേന്ന് ഞാൻ ഓർത്തു. എന്നിട്ട് ബിനു പറഞ്ഞു, ഈ വാതിലിൽ വെച്ചാണ് ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തതെന്നൊക്കെ ബിനു എന്നോട് പറഞ്ഞപ്പോൾ അത് സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാനത് പഠിക്കാൻ വേണ്ടി, കാരണം ഞാൻ 9ൽ വെച്ച് പഠിത്തം നിർത്തി, 9ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അങ്ങനെ പഠിത്തം നിർത്തി പിന്നെ കൂലിപ്പണിക്ക് ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ വിവിധ മേഖലകളിൽ റബ്ബർ വെട്ട്, പെയിൻറ്റിങ്, ടാപ്പിങ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടന്നപ്പോൾ കലാരംഗത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ പാട്ടുകൾ എഴുതും, ഒത്തിരി പേര് കളിയാക്കുകയൊക്കെ ചെയ്തു, ഇങ്ങനെ പലരെയൊക്കെ ചെന്ന് കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്തായാലും അപ്പോൾ പിന്നീട് കാസറ്റ് മേഖലയിലെല്ലാം വന്നാലും എൻ്റെ വിദ്യാഭ്യാസം 9ാം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പഠിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നി. പലരും കളിയാക്കലും കാര്യങ്ങളും, പലരും പറയും വലിയ കലാകാരനാണ്, 9ാം ക്ലാസ്സൊക്കെ ഉള്ളൂ കേട്ടോ അതൊക്കെ പറഞ്ഞ് കളിയാക്കലൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ ചെന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ കളിയാക്കൽ എന്ന്. കാരണം ഞാൻ നുണയാണ് പറയണത്, 10ാം ക്ലാസ് എന്നാണ് പറയണത്, 9 എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാൽ തന്നെയും 10ാം ക്ലാസ് വരെ പഠിച്ചവനൊരു സാമൂഹ്യ ദ്രോഹി എന്നുള്ള രീതിയിലാണ്
പലരും ഇടപെട്ട് കൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷെ എന്നാലും പിന്നീട് ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അനു എന്നാണ്, അവളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിലാണ് വീട്. അവളോട് ഞാൻ പറഞ്ഞു 9ാം ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അവൾ എഞ്ചിനീയറാണ്. അപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇനിയാലും നമുക്ക് പഠിച്ച് ജയിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണത്തിന് പെണ്ണുകാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനെ 8 മാസം കഴിഞ്ഞ കല്യാണം നടന്നത്. അപ്പോൾ അങ്ങനെ അവളുടെ ഒരു പ്രോത്സാഹനത്തിലാണ് 10ാം ക്ലാസ് പ്രൈവറ്റായിട്ട് പഠിക്കാൻ ചേരുന്നു. അങ്ങനെ ഞാൻ തുല്യത പഠിക്കുന്നു. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്കോടെ 10ാം ക്ലാസ് പാസ്സാകുന്നു. പിന്നത്തെ എറണാകുളം ജില്ലയിൽ തന്നെ പാസ്സായി, അത് പത്രത്തിലൊക്കെ വന്നായിരുന്നു. പിന്നത്തെ വർഷം എനിക്ക് തൂപ്പ് ജോലി കോതമംഗലം സെൻറ്റ് ജോർജ് സ്കൂളിൽ എനിക്ക് പണി കിട്ടുന്നു. അപ്പോൾ പലരും പറഞ്ഞു അന്ന് കാസറ്റ്, മണിയുടെ കാസറ്റ്, ദിലീപ് ഏട്ടൻ്റെ കാസറ്റിലൊക്കെ ഹിറ്റായിരിക്കുന്ന സമയത്താണ് ഈ തൂപ്പ് ജോലി മുറ്റോ അടിച്ച് ടോയ്ലറ്റും കഴുകിയൊക്കെ കിടക്കണ നാണക്കേട് എൻ്റെ പൊന്നു സാബു. അച്ഛൻ തന്നെ മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞു നിനക്കിപ്പോൾ ഈ പണി വേണോ, കലാരംഗത്ത് അവസരങ്ങൾ എന്തായാലും പണി വേണമെന്ന് പറഞ്ഞു. എന്തായാലും സർക്കാർ പണി കിട്ടണമല്ലേ, അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പണി ചെയ്തു. പണി ചെയ്യുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോയിൻമെൻറ്റ് പാസ്സായില്ല, ശമ്പളമില്ല, ഒന്നുമില്ല. ആകെ കോതമംഗലത്ത് നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അതായത് ഓഫീസ് സ്റ്റാഫിൻ്റെ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ 5:30 കഴിയും. അവിടെ നിന്ന് നടന്ന് സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി കയറി മോട്ടോറിൽ ചെന്ന് അവിടെ നിന്ന് ആരക്കുഴയ്ക്ക് വണ്ടി കയറി ആരക്കുഴയിൽ നിന്ന് 3-4 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രിയാകും സമയം. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ പോരണം. വലിയ അത് പെട്ടെന്ന് ജോലി, അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ട് ശമ്പളവും പാസ്സായില്ല, ശമ്പളവും കിട്ടുന്നില്ല. വല്ലാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ കോതമംഗലത്ത് താമസിക്കേണ്ടി വന്നു. പക്ഷേ ഈ കഷ്ടപ്പെട്ട് വല്ലാത്ത ദരിദ്രമായ അവസ്ഥയിലേക്ക് തോന്നി. ഈ പണി തന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയാലോ എന്ന് തോന്നിപ്പോയി. കാരണം അത് ശനിയാഴ്ച പണിക്ക് പോകണം, ആകമൊത്തം ഞായറാഴ്ച കിട്ടുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ കാസറ്റിൽ ഈ കുട്ടികളുടെ ആനിമേഷൻ വർക്ക് പാട്ടുകളൊക്കെ എഴുതിയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ഒരുപാട് പേരുടെ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനിടയ്ക്ക് ഞാൻ ബിഷപ്പിനെ ചെന്ന് കണ്ടു, ഞങ്ങളുടെ കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തി പിതാവ്. ഇതിനിടയ്ക്ക് ഒരുപാട് നമ്മളെ തളർത്തിക്കളയുന്ന കുത്തുവാക്കുകൾ, നമുക്ക് ഇരട്ടി ഭാരം, അതായത് ജോലി നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയിലൂടെ പോയി. അത് വേറൊരു ഉച്ച കഴിഞ്ഞൊരു ലീവ് എടുത്തോട്ടെ, എനിക്ക് ഒരു ക്ലാസ് എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പോയി 2000 രൂപ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അത് പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വരുമാനമൊക്കെ അവിടെ നഷ്ടമാവുള്ളൂ. അല്ലെങ്കിൽ പിറ്റേ ദിവസം ശനിയാഴ്ച എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു ജഡ്ജ്മെൻറ്റിന് വിളിച്ചിട്ടുണ്ട്, ഞാനതിൽ പൊക്കോട്ടയിൽ നിൽക്കുമ്പോൾ. പിന്നെ ഇത് അടിച്ചു പറഞ്ഞു പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളാകെ തകർന്നു പോകുക. കടമൊന്നും മേടിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബിഷപ്പിനോട് ചെന്ന് പറയാമെന്ന്. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, കോതമംഗലം രൂപത മാർ ജോർജ് മടത്തിക്കണ്ടത്തി പിതാവ് പറഞ്ഞു, സാബു ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരു വലിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ അതിന് നമ്മൾ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ നമ്മൾ സഹിച്ച്, കർത്താവ് സഹിച്ച് ക്ഷമിച്ചു എന്നപോലെ നമ്മൾ അങ്ങനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവുക. എതിരിടാൻ പോവോ, എതിർക്കാൻ പോവോ, നമുക്കെതിരെ വരുന്ന അല്ലെങ്കിൽ ഈ ആരോപണങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾക്കോ നമ്മൾ എതിരിടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് മോശം അഭിപ്രായം അത് വേറെ തരത്തിലേക്ക് പോകും. അവിടെ ഞങ്ങൾക്ക് പോലും ഇടപെടാൻ പറ്റത്തില്ല. പക്ഷേ സാബു ഇപ്പം നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. സാമ്പത്തികപരമായിട്ടോ എന്ത് വേണേലും ഞങ്ങളോട് ചോദിക്കാമല്ലോ, ഞങ്ങൾ അച്ഛന്മാരുണ്ടല്ലോ, ഞങ്ങളോട് ചോദിക്കാമല്ലോ, ഞങ്ങൾ സഹായിക്കുമെന്നൊരു ആ ഒറ്റ വാക്ക്, നമ്മൾ സഹായമൊന്നും വേണ്ട, പക്ഷെ ആ ഒരു പോസിറ്റീവായിട്ട് അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രത്യാശയാണ്. ആ ഒരു പ്രത്യാശ നിലനിർത്തി ഞാൻ അങ്ങനെ ആ തൂപ്പ് ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഹയർ സെക്കൻഡറി പിള്ളേരെ പുസ്തകം മേടിച്ച് പഠിച്ച് ഹയർ സെക്കൻഡറി പാസ്സാകുന്നു. പിന്നീട് ചിത്രകലയിൽ ഡിപ്ലോമ എടുക്കുന്നു, BA സോഷ്യോളജി കഴിയുന്നു. പിന്നെ കേട്ടറ്റ് പാസ്സായി ഞാൻ 2019 അധ്യാപകനായി. തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ 5 കൊല്ലം ജോലി ചെയ്ത് ഇപ്പോൾ വീണ്ടും ഞാൻ ആ തൂപ്പ് ജോലി ചെയ്ത സ്കൂളിലേക്ക് ഇപ്പം 3 കൊല്ലമായിട്ട് അവിടെ അധ്യാപകനായി ജോലി ചെയ്യുക, സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ അത് കാരണം എനിക്ക് ഈ മണിച്ചേട്ടനോ അങ്ങനെ പല പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ എനിക്ക് മാറി നിൽക്കേണ്ട വന്നു. എന്നാൽ തന്നെ ഞാൻ വാട്സപ്പ് വഴിയൊക്കെ പാട്ടുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അത് കാരണമാണ് എനിക്ക് പല സ്ഥലങ്ങളിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാതെ വന്നത്. പഠിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ വർഷം എനിക്ക് മികച്ച അധ്യാപകനുള്ള അവാർഡ് എനിക്ക് കിട്ടി. നമുക്ക് പറയാനാണ് ഇരുന്നും പരന്നും പരത്തിയും പറയാതെ ഞാൻ ഇങ്ങനെ അനുഭവിച്ചു അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം ഒരു എന്താ പറയുക, ചേട്ടൻ 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ശരിയാണ്, അത് ഒരുമാതിരിപ്പെട്ട സാധാരണക്കാരൻ്റെ കുടുംബങ്ങളിലെ പിള്ളേർക്ക് അതിനപ്പുറം പോകാൻ പറ്റില്ല. അതായത് ഫിനാൻസാണ് എല്ലാത്തിനും നയിക്കണത്. അതാണ് നമ്മൾ പണിക്കിറങ്ങിയില്ലെങ്കിൽ പട്ടിണി വേണോ, വിദ്യാഭ്യാസം വേണോ, ഇത് പറഞ്ഞ പോലെ അതിനുശേഷം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ, അത് വെച്ചിട്ട് ഇത്രയും ചെയ്തില്ലേ സൂപ്പറാ. അല്ലെങ്കിൽ അത് പറ്റൂല. കാരണം അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കുറെ റെസ്പെക്ട് ഉള്ള ആളുകളുടെ കൂടെ ആയിരുന്നല്ലോ ചേട്ടൻ. മനുഷ്യരുടെ പോലുള്ള ആൾ വെച്ചാൽ അത് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അതായത് വിദ്യാഭ്യാസം കൊണ്ടും സൊസൈറ്റിയിൽ നമുക്ക് ഒരു പേരെടുത്താൽ കിട്ടുന്നൊരു, ഇന്ന് പണ്ടത്തെ സാബു അല്ല, അതായത് റബ്ബർ വെട്ടി നടന്നോ പാലെടുത്ത് നടന്നോ സാബു അല്ല ഇന്നത്തെ സാബു, അല്ലേ? ആ റെസ്പെക്റ്റിനൊരു വ്യത്യാസം ഇല്ലേ? ഒന്ന് മനുഷ്യൻ്റെ കൂടെ പോയപ്പോൾ ആദ്യത്തെ റെസ്പെക്ട്, പിന്നീട് ഇപ്പോൾ നമ്മൾ അവൻ 9ാം ക്ലാസ് എന്നുള്ളതിൽ നിന്ന് പഠിച്ച് ഇന്നൊരു അധ്യാപകനായതിൻ്റെ ഒരു റെസ്പെക്ട് വേറെയല്ലേ?
അതാണ് ലൈഫ് എന്ന് പറയുന്ന സാധനം. ചേട്ടൻ കാരിക്കേച്ചർ വരയ്ക്കത്തില്ലേ? വരയ്ക്കും. എൻ്റെ ഒരു കാരിക്കേച്ചർ വരയ്ക്കുമോ ലൈവില്? ഇപ്പൊ സ്കൂളിൽ ആർട്സിന്റെ ചിത്രകലാധ്യാപകനാണ്. ചിത്രകലാധ്യാപകൻ. അപ്പൊ നിങ്ങൾ കൂടുതൽ എന്താണ് പിള്ളേരെ ടീച്ച് ചെയ്യുന്നത്? കൂടുതൽ ഇപ്പോൾ സർക്കാർ പിള്ളേർക്ക് പഠിക്കാനുള്ള പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ കുട്ടികളെ സീനറികൾ വരയ്ക്കാൻ പഠിപ്പിക്കും. പിന്നെ അതേ രീതി തന്നെ കാരിക്കേച്ചറുകളൊക്കെ വരയ്ക്കാൻ, അതായത് പ്രശസ്തരും പ്രഗത്ഭരൊക്കെ ആയ വ്യക്തികളുടെ കാരിക്കേച്ചറുകൾ നമ്മൾ വരയ്ക്കാൻ, അതായത് ചില വരയ്ക്കാൻ വാസനയുള്ളവർ പെട്ടെന്ന് വരയ്ക്കും. അല്ലാതെ ഈ ഫോട്ടോയൊന്നും വരയ്ക്കാൻ പിള്ളേർ വരയ്ക്കത്തില്ല. പക്ഷേ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുമ്പോൾ അത് അധികം വരകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് വരയ്ക്കുന്ന കാരണം പലരും അതിൻ്റെ പിന്നാലെ അത് വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെയൊക്കെ കാരിക്കേച്ചർ ഞാൻ പിള്ളേരെ കൊണ്ട് ഞാൻ തന്നെ നിന്നിട്ട് പിള്ളേരെ കൊണ്ട് തന്നെ വരയ്ക്കാൻ പറയും. ഞാനൊരു ബോർഡിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയോ സിനിമാ താരത്തിൻ്റെ വരച്ചിട്ട് കൊടുക്കും. അപ്പോൾ ചേട്ടാ ഇപ്പോൾ കാരിക്കേച്ചർ നിങ്ങൾ ചേട്ടൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എത്ര മിനിറ്റ് കൊണ്ട്? ഞാൻ പെട്ടെന്ന് തന്നെ വരയ്ക്കും. പെട്ടെന്ന് തന്നെ. ഇപ്പം ഞാനിപ്പോൾ വേദികളിൽ ചെയ്യാറില്ല. നമ്മളിവിടെ നമ്മളോട് നമ്മളിന്ന് ഇവിടെ പറഞ്ഞ നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് വി എസ് അച്യുതാനന്ദൻ സാറിൻ്റെ കാരിക്കേച്ചർ ഞാൻ വേദികളിൽ വരയ്ക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ശബ്ദവും അനുകരിച്ചുകൊണ്ട്. അപ്പം ഞാനതൊന്ന് ശ്രമിക്കാം. ശ്രമിക്കും. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് മലയാള മണ്ണിൽ വീണ്ടും കാണാം. ഇത് ഒരു 30 സെക്കൻഡിനുള്ളിൽ വളരെ ചേട്ടൻ തിരിച്ചേ വളരെ വ്യക്തവും ശക്തവുമായി പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടം വരയ്ക്കും. പടം വരച്ചിട്ട് ആനയെ വരച്ചിട്ട് ആനാന്ന് എഴുതി വെക്കും. എങ്കിലും ആനയാണെന്നും മയിലാണെന്നും കോയിലാണെന്നും മനസ്സിലാവുള്ളൂ. അത്രയും നമുക്കൊക്കെ നമ്മുടെ ഒന്നും മനുഷ്യന്മാർക്ക് ഫേസ് ഇല്ലല്ലോ. ഡയമണ്ട് കയ്യ്, ഒരു ചുരിദാർ, താഴെ കാലേ ഉള്ളൂ. കാലിന് കാൽപത്തി ഇല്ല. കാരണം പത്തി വരയ്ക്കണ്ട എങ്ങോട്ടാന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെ വരച്ചാ പോരെ. കാലിന് പത്തി വരയ്ക്കണമെങ്കിൽ അങ്ങോട്ട് അതിനകത്ത് അത് പല കുട്ടികൾക്ക് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്, ഒന്ന് ശ്രമിച്ചാൽ ഗംഭീരമായിട്ട് വരയ്ക്കാൻ പറ്റും. അതിനകത്ത് ചെറിയ മടിയും കൂടെ ഉണ്ട് പല പിള്ളേർക്ക്. ഇപ്പം ആനയുടെ തുമ്പിക്കൈയോ ചെവിയൊക്കെ വരച്ചെടുക്കാൻ അത് ഒരു ക്ഷമയില്ല. അതൊന്ന് ശ്രമിച്ചാൽ അത് ഭംഗിയായിട്ട് തന്നെ വരച്ചെടുക്കാം. ആനയൊക്കെ വരയ്ക്കും ചേട്ടാ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ വരയ്ക്കും. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങളെ പോലെ അങ്ങനെ ഞാൻ വരച്ചൊക്കെ അല്ല, കുട്ടികളായിരുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ വരയ്ക്കുമായിരിക്കും. കുട്ടികളായിരുന്നപ്പോൾ എന്തൊരു ചെറിയ മടി ഉണ്ടാവും പറഞ്ഞത്. അല്ല, കുട്ടികളായിരുന്നപ്പോഴും ഇതൊക്കെ ഇഷ്ടമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വരകൾ എന്താണെന്നറിയാം? പഠിപ്പിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ വരയ്ക്കുന്ന. അതല്ലല്ലോ, ഇവന് പഠിക്കുന്ന പരീക്ഷയുടെ ഒക്കെ സമയത്തെ പഠിക്കാൻ എടുത്ത് പുസ്തകം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, മേത്തൊക്കെ ഇങ്ങനെ വരച്ച് ഉടുപ്പയിലൊക്കെ ഇങ്ങനെ വരച്ചോണ്ടേ ഇരിക്കും. നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ എന്നാന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല.